പെട്രോൾ അടിക്കുന്ന പണം കൊണ്ട് ഇലക്ട്രിക് വെഹിക്കിൾ സൗജന്യമായി കിട്ടുമോ എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ നിങ്ങളുടെ ഉത്തരം ഇല്ല എന്നായിരിക്കാം. എന്നാൽ ഒരു ദിവസം ഒരാൾ 50 കിലോമീറ്റർ യാത്ര ചെയ്യുന്നുവെങ്കിൽ ഒരു വർഷം 1,00,000 രൂപയുടെ പെട്രോൾ അടിക്കേണ്ടി വരുന്നു. അപ്പോൾ ഒരു 40 വർഷമൊക്കെ ആ വ്യക്തി യാത്ര ചെയ്യുവാണെങ്കിൽ ശരാശരി 30 ലക്ഷത്തിനും 40 ലക്ഷത്തിനും ഇടയ്ക്ക് പെട്രോളിന് വേണ്ടി പണം ചിലവാക്കപ്പെടുന്നു. ഈ രീതിയിൽ നോക്കുവാണെങ്കിൽ പെട്രോൾ അടിക്കുന്ന പണം EMI ആയിട്ട് അടയ്ക്കുവാണെങ്കിൽ ഇലക്ട്രിക്കൽ വെഹിക്കിൾ സൗജന്യമായി ലഭിക്കുമെന്നുള്ള ഒരു ഏകദേശ ഐഡിയ നമുക്ക് ലഭിക്കും. ശരി, അപ്പോൾ ചിന്തിക്കുന്ന ചോദ്യം, ഈ ഇലക്ട്രിക്കൽ വെഹിക്കിൾ വാങ്ങുമ്പോൾ അതിൻ്റെ പിന്നീട് ബാറ്ററി വാങ്ങുന്നതിന് കൂടുതൽ പണം ചിലവഴിക്കേണ്ടി വരികയില്ലേ എന്നൊരു ചോദ്യം ചോദിച്ചേക്കാം. നമുക്കതിൻ്റെ വിശദമായ കണക്കിലേക്ക് വരാം. ഇതിലെ കണക്ക് പരിശോധിക്കുന്നതിന് വേണ്ടി നമുക്ക് പുതിയ ടിയാഗോയുടെ വില വെച്ചിട്ടൊന്ന് താരതമ്യം ചെയ്യാം. ടിയാഗോ 8.5 ലക്ഷം രൂപ മുതൽ 12 ലക്ഷം രൂപ വരെയുള്ള വ്യത്യസ്ത മോഡലുകൾ ഇറക്കുന്നുണ്ട്. അതിൽ 10 ലക്ഷം രൂപ വിലയുള്ള, അതായത് ശരാശരി 200 കിലോമീറ്റർ യാത്ര ചെയ്യാവുന്ന ഒരു മോഡലിൻ്റെ കണക്ക് നമുക്കെടുക്കാം. ഇലക്ട്രിക് കാറുകൾ സാധാരണ 1 യൂണിറ്റ് വൈദ്യുതി കൊണ്ട് 8.3 കിലോമീറ്ററാണ് യാത്ര ചെയ്യാറുള്ളത്. അതായത് 25 യൂണിറ്റ് വൈദ്യുതി കൊണ്ട് 200 കിലോമീറ്റർ യാത്ര ചെയ്യാം എന്നതിൻ്റെ അർത്ഥം. ഇതിൻ്റെ അർത്ഥം 120 യൂണിറ്റ് വൈദ്യുതി കൊണ്ട് 1000 കിലോമീറ്റർ യാത്ര ചെയ്യാം. വൈദ്യുതി ഉപയോഗിച്ച് ചാർജ് ചെയ്യുകയാണെങ്കിൽ ഒരു യൂണിറ്റിന് 8 രൂപ എന്ന കണക്കിൽ നമുക്ക് 120 യൂണിറ്റിന് 1020 രൂപ വരുന്നു. അതായത് 1000 കിലോമീറ്റർ ഇലക്ട്രിക് കാറിൽ ചാർജ് ചെയ്യുന്നതിന് 1020 രൂപ, നമ്മൾ റൗണ്ട് ചെയ്യുവാണെങ്കിൽ 1000 രൂപ. അതായത് 1 കിലോമീറ്ററിന് 1 രൂപ വെച്ചിട്ടാണ് ശരാശരി വൈദ്യുതി ചാർജ് ആകുന്നുള്ളൂ. ഇനി ഇത് തന്നെ നമുക്ക് സോളാർ ഉപയോഗിച്ചിട്ട് യാത്ര ചെയ്യുകയാണെങ്കിലോ 1 കിലോവാട്ട് ഓൺഗ്രിഡ് സോളാർ പ്ലാന്റിൽ നിന്നും ഒരു മാസം നമുക്ക് 120 യൂണിറ്റ് വൈദ്യുതി ലഭിക്കുന്നു. 1 കിലോവാട്ട് സോളാർ പ്ലാന്റിൻ്റെ വില എന്ന് പറയുന്നത് ഏകദേശം 75,000 രൂപ. ഇനി സബ്സിഡിക്കാണ് നമുക്ക് ലഭിക്കുന്നതെങ്കിൽ 45,000 രൂപ ശരാശരി വില വരുന്നു. അതുമാത്രമല്ല, വരുന്ന 25 വർഷത്തേക്ക് സൗജന്യമായി അതിലൂടെ യാത്ര ചെയ്യാൻ സാധിക്കും. ഒരു വർഷം 20,000 കിലോമീറ്റർ വെച്ച് 8 വർഷത്തേക്ക് 8 വർഷം നമുക്ക് ഉപയോഗിക്കുന്നതിന് പെട്രോളിനും ഇലക്ട്രിക്കൽ വണ്ടി ഉൾപ്പെടെ എത്ര രൂപ ചിലവാകുന്നു എന്ന് നമുക്ക് നോക്കാം. ആദ്യം പെട്രോൾ വണ്ടിയുടെ കണക്ക് നമുക്കെടുക്കാം. ഒരു നെക്സോൺ കാറിന് പെട്രോളിൻ്റേത് 8 ലക്ഷം രൂപ വില വരുന്നു. 1,60,000 കിലോമീറ്റർ ഓടുന്നതിന് പെട്രോളിന് കിലോമീറ്ററിന് 8 രൂപ വെച്ചിട്ട് 12,80,000 രൂപ വില വരുന്നു. അങ്ങനെ മൊത്തം കാറിൻ്റെ വിലയും പെട്രോൾ ചിലവ് ഉൾപ്പെടെ 21 ലക്ഷം രൂപ വില വരുന്നു. ഇനി ഇലക്ട്രിക് ടിയാഗോയുടെ വില 10 ലക്ഷം രൂപ. ഒരു മാസം 2000 കിലോമീറ്റർ ട്രാവൽ ചെയ്യുന്നതിന് 2 കിലോവാട്ട് ഓൺ ഗ്രിഡ് സോളാർ ഇൻസ്റ്റാൾ ചെയ്താൽ മതിയാവും. ഇതിൻ്റെ വില സബ്സിഡി കഴിഞ്ഞ് 1 ലക്ഷം രൂപ. ആകെത്തുക 10 ലക്ഷം രൂപ കാറിൻ്റെതും 1 ലക്ഷം രൂപ സോളാർ ഇൻസ്റ്റാൾ ചെയ്യുന്ന ഉൾപ്പെടെ 11 ലക്ഷം രൂപ. 1,60,000 കിലോമീറ്റർ വരെ ബാറ്ററിക്ക് വാറണ്ടി ഉള്ളതിനാൽ ബാറ്ററി മാറേണ്ട ആവശ്യം വരുന്നില്ല. അതായത് 1,60,000 കിലോമീറ്റർ യാത്ര ചെയ്യുന്നതിന് ഇലക്ട്രിക്കൽ വെഹിക്കിളിന് വണ്ടി വില ഉൾപ്പെടെ 11 ലക്ഷം രൂപ മാത്രമേ ആകുന്നുള്ളൂ. ഇപ്പോൾ നമ്മൾ കണ്ട എന്താണ്, പെട്രോൾ വണ്ടി വിലയും 1,60,000 കിലോമീറ്റർ യാത്ര ചെയ്യുന്നതിനുള്ള പെട്രോൾ എക്സ്പെൻസും കൂടെ 21 ലക്ഷം രൂപ. എന്നാൽ ഈ ഇലക്ട്രിക് കാറാണെങ്കിൽ 1,60,000 കിലോമീറ്റർ യാത്ര ചെയ്യുന്നതിന് സോളാറും അതിൻ്റെ വണ്ടിയും ഉൾപ്പെടെ 11 ലക്ഷം രൂപ. സോളാറിൽ നിന്ന് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ 25 വർഷത്തേക്ക് നമുക്ക് സൗജന്യമായിട്ട് യാത്ര ചെയ്യുകയും ചെയ്യാം. ഇനി നമുക്കൊരു ഇലക്ട്രിക്കൽ വെഹിക്കിൾ എങ്ങനെയാണ് പെട്രോളിൻ്റെ പണം അടച്ചിട്ട് EMI ആയിട്ട് സൗജന്യമായി കിട്ടുന്നതെന്ന് നോക്കാം. ഒരു 11 ലക്ഷം രൂപ 8 വർഷത്തേക്ക് ലോൺ എടുക്കുകയാണെങ്കിൽ ഒരു മാസം 16,000 രൂപ EMI അടച്ചാൽ മതിയാവും. അതായത് നമുക്ക് 2000 കിലോമീറ്റർ ട്രാവൽ ചെയ്യുന്നതിന് 1 കിലോമീറ്ററിന് 8 രൂപ വെച്ച് 16,000 രൂപ വരുന്നു. അതായത് പെട്രോൾ അടിക്കുന്ന തുക തന്നെ നമ്മൾ EMI അടച്ചാൽ മതി. ഇതിൻ്റെ അർത്ഥം പെട്രോൾ ചാർജ് EMI അടച്ചുകൊണ്ട് ഒരു മാസം 2000 കിലോമീറ്റർ യാത്ര ചെയ്യുന്ന ആൾക്ക് 8 വർഷം കൊണ്ട് ഒരു ഇലക്ട്രിക്കൽ വെഹിക്കിൾ സൗജന്യമായി കിട്ടുന്നു. കൂടാതെ സോളാറിൽ നിന്നുള്ള വൈദ്യുതി ശരാശരി 25 വർഷത്തേക്കായതിനാൽ 25 വർഷം സൗജന്യമായി യാത്ര ചെയ്യാനും കഴിയുന്നു. ഇപ്പോൾ ചിന്തിക്കുന്നത്, എല്ലാ സമയവും സോളാറിൽ നിന്ന് ചാർജ് ചെയ്യാൻ കഴിയുമോ എന്ന് നാം ചിന്തിക്കും. കൂടുതൽ ദൂരം യാത്ര ചെയ്യുന്നവർക്കാണ് പുറമേ നിന്ന് കൂടുതൽ
ചാർജ് ചെയ്യേണ്ടി വരുന്നത്. അതായത് ഒരു ദിവസം 100 കിലോമീറ്ററിന് മുകളിൽ യാത്ര ചെയ്യുന്നു, അതായത് മാസം 3000 കിലോമീറ്ററൊക്കെ യാത്ര ചെയ്യുന്നവർക്ക് പുറത്തുനിന്ന് കൂടുതൽ ചാർജ് ചെയ്യേണ്ടി വരും. എന്നാൽ കൂടുതൽ കിലോമീറ്റർ യാത്ര ചെയ്യുന്നവർക്കാണ് ഇലക്ട്രിക്കൽ വെഹിക്കിൾ കൂടുതൽ ലാഭകരം. അതുകൊണ്ട് പുറത്തുനിന്ന് ചാർജ് ചെയ്യുന്നതിന് ഒരു നഷ്ടമായിട്ട് ഒരിക്കലും കണക്ക് കൂട്ടേണ്ട ആവശ്യം വരുന്നില്ല. ഈ കണക്കുകൾ സത്യമാണോ എന്നറിയാനായിട്ട് നിങ്ങളുടെ വീടിനടുത്ത് ഇലക്ട്രിക് കാറുകളും സോളാറും കൂടെ വെച്ചിട്ടിരിക്കുന്ന ഒരാളോട് ചെന്ന് ചോദിക്കുക. അപ്പോൾ ഈ കണക്കുകളെല്ലാം വിശദമായിട്ട് അവർ വ്യക്തമാക്കി തരും. അപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാകും, ഈ ഇവിടെ പറഞ്ഞിരിക്കുന്ന കണക്കിനേക്കാളും വളരെയധികം ലാഭകരമാണ് ഇലക്ട്രിക്കൽ വെഹിക്കിളെന്ന് ആ സംഭാഷണ മധ്യേ വ്യക്തമായി മനസ്സിലാക്കാനിടയുണ്ട്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ, പെട്രോൾ അടിക്കുന്ന കാശ് EMI കൊടുത്തു കഴിഞ്ഞാൽ ഒരു മാസം 2000 കിലോമീറ്റർ യാത്ര ചെയ്യുന്ന ഒരാൾക്ക് 8 വർഷം കൊണ്ട് ഇലക്ട്രിക്കൽ വെഹിക്കിൾ സൗജന്യമായി കിട്ടും. ഇനി ഒരു മാസം 5000 കിലോമീറ്റർ യാത്ര ചെയ്യുന്ന ആൾക്കാണെങ്കിലോ 3 വർഷം കൊണ്ട് ഇലക്ട്രിക്കൽ വെഹിക്കിൾ സൗജന്യമായി കിട്ടും. നിങ്ങൾക്ക് ഈ വീഡിയോ ലഭിക്കുന്നത് സോളാർ ടെക് ട്രെയിനിങ് അക്കാദമിയിൽ നിന്നാണ്. ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് സോളാർ പരിശീലനം കൊടുക്കുന്നു, സോളാർ ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് വേണ്ടിയുള്ള പരിശീലനം കൊടുക്കുന്നു. ഇതുകൂടാതെ പൊതുജനങ്ങൾക്ക് എനർജി ഏറ്റവും ഫലപ്രദമായി വിനിയോഗിക്കുന്നതിനും കുറഞ്ഞ ചെലവിൽ കാര്യങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യാമെന്നുള്ള വീഡിയോയും നൽകുന്നു. ഇത്രയും സമയം ഈ വീഡിയോ ശ്രദ്ധിച്ച നിങ്ങൾക്ക് ഓരോരുത്തർക്കും നന്ദി പറയുന്നു.